ഗൈസ്, അങ്ങനെ കുറച്ച് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ഒരു ചെറിയ വ്ളോഗുമായി ഞാനിത് വീണ്ടും വന്നിരിക്കുകയാണ്. ഇന്നത്തെ വ്ളോഗ് ഞാൻ കുറച്ച് നാൾ മുമ്പേ അപ്പം തന്നെ പോസ്റ്റ് ചെയ്യണമെന്നും പറഞ്ഞ് എടുത്തതാണ്. പക്ഷെ ചില സാങ്കേതിക തകരാറുകളാൽ എനിക്കത് അപ്പോൾ ഇടാൻ പറ്റിയില്ല. അതിന് വന്ന പച്ചക്കറിക്കാരൻ ചേട്ടന്റെ കയ്യിൽ നിന്ന് ആ സാധനം വാങ്ങിച്ച് ഈ അനൗൺസ്മെന്റും ചെയ്ത് നിൽക്കുന്നതാണ് ഞങ്ങളുടെ മാമൻ. കോയമ്പത്തൂരുള്ള ഈ മാമന്റെ അടുത്തേക്കാണ് ഞങ്ങൾ ഇന്ന് പോയത്. കല്യാണം കഴിഞ്ഞാലുള്ള ആദ്യത്തെ ട്രിപ്പ് കോയമ്പത്തൂരുള്ള ഈ മാമന്റെ അടുത്ത് തന്നെ പോകണം എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ വലിയ പ്ലാനിങ്. എന്നിട്ട് എന്താ, പ്ലാനിങ് മാത്രമേ നടന്നുള്ളൂ. ഇപ്പോൾ 5 വർഷം കഴിഞ്ഞിട്ടാണ് കോയമ്പത്തൂർ ബോർഡറിലേക്കെങ്കിലും പോകാൻ പറ്റിയത്. കോയമ്പത്തൂർ വന്നാൽ എങ്ങനെയല്ലേ ഇഷയിലേക്ക് ഒന്ന് പോകാതെ തിരിച്ചു വരുന്നേ. അങ്ങനെ നീണ്ട 2 ദിവസത്തെ പ്ലാനിങ്ങിന് ശേഷം ഫൈനലി ഞങ്ങൾ ഇഷയിലേക്ക് പുറപ്പെട്ടു. അങ്ങോട്ട് പോകുന്ന വഴിക്കുള്ള വ്യൂ ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ഒരുപാട് റൂറൽ വില്ലേജുകളും കൃഷികളും തെങ്ങും തോപ്പുകളൊക്കെ ഞങ്ങൾ കണ്ടു. കുറച്ച് ഔട്ടറിലേക്ക് മാറി ഒരു ഫോറസ്റ്റ് ഹിൽ ടോപ്പിന്റെ ഒക്കെ അടുത്തായിട്ടാണ് ഇഷ ഉള്ളത്. അങ്ങനെ ഫൈനലി ഞങ്ങൾ ഇഷയിലെത്തി. ലൈറ്റ് ഷോയുടെ ടൈം ആയത് കാരണം നല്ല രീതിയിൽ ആൾക്കാരുണ്ടായിരുന്നു. 7:30ക്കുള്ള ലൈറ്റ് ഷോ കാണാനായിട്ട് ഞങ്ങൾ ഏകദേശം ഒരു 8:30 വരെ അവിടെ വെയിറ്റ് ചെയ്തിരുന്നു. എന്നിട്ട് ഒരു 10-20 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ലൈറ്റ് ഷോയും കണ്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. എന്റെ അഭിപ്രായത്തിൽ എല്ലാവരും ഒരു തവണയെങ്കിലും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്പോട്ടാണിത്. അങ്ങനെ ഞങ്ങൾ ഇഷയിലൊക്കെ പോയി തിരിച്ചു വന്നപ്പോഴത്തേക്കും അന്ന് മാമിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ സർപ്രൈസ് ആയിട്ടൊരു കേക്കൊക്കെ കട്ട് ചെയ്ത് ചെറിയൊരു സെലിബ്രേഷൻ ഒക്കെ നടത്തി. പിറ്റേ ദിവസം ഞങ്ങൾ കോയമ്പത്തൂർ മാർക്കറ്റിന്റെ ഇടവഴികളിലൂടെ ഇങ്ങനെ തപ്പിത്തിരിഞ്ഞ് നടന്നു. എന്താണ്, ഡ്രസ്സുകൾ. ഇവിടെ വരുന്നവർ മസ്റ്റ് ആയിട്ട് മിസ് ചെയ്യാതിരിക്കേണ്ട ഒരു സ്പോട്ടാണ് ഇതുപോലെയുള്ള മാർക്കറ്റുകൾ. ഇവിടുത്തെ ഡ്രസ്സിന്റെ ഒക്കെ വില കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും. ഈ ആക്രാന്തത്തോടെ ഞങ്ങൾ വാരിയെടുക്കുന്ന കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ, 60 രൂപ മുതൽ ടോപ്സ്, ഷോർട്സ്, കുർത്തീസ്, അങ്ങനെ പല സാധനങ്ങൾ തുടങ്ങും. അങ്ങനെ തുണികളൊക്കെ പെറുക്കി ക്ഷീണിച്ച് ഓരോ കരിക്കും വെള്ളം കുടിച്ച് ഞങ്ങൾ നേരെ അടുത്ത കടയിലിട്ട് പോയി കുറച്ച് തുണികളും കൂടെ പർച്ചേസ് ചെയ്തു. അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങൾക്ക് പോകാനുള്ള സമയം അതിക്രമിച്ചത്. അങ്ങനെ അവിടെ എല്ലാവരുടെ അടുത്തും യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ചു. വരുന്ന വഴിയിൽ ഒരു തട്ടുകട കയറി ഫുഡൊക്കെ തട്ടിയിട്ട് ഞങ്ങൾ പതിയെ വർത്താനമൊക്കെ പറഞ്ഞ് എറണാകുളത്തേക്ക് തിരിച്ചു പോന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ ചെറിയ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.